എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് ഷാനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ആദ്യമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുത്ത ഒരു അപേക്ഷ, അത് അവസാനം ചെന്നെത്തിയത് ഏതോ റോഡിൽ ഉള്ള വേസ്റ്റ് ബോക്സിനുള്ളിൽ നിന്നും കിട്ടി. ആ ലെറ്ററിൻ്റെ വിവരം മന്ത്രിയുടെ ഓഫീസിൽ അറിയിച്ചപ്പോൾ അത് സാരമില്ല, മറ്റൊരു അപേക്ഷ കൊടുക്കുക, അനുഭാവപൂർവം അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതായത് മന്ത്രിയുടെ കയ്യിൽ കൊടുത്ത അപേക്ഷ ചെന്നുപെട്ടത് വേസ്റ്റ് ബോക്സിൽ. നല്ലത്. മറ്റൊരു മന്ത്രി പറഞ്ഞതിൽ ഏറ്റവും വലിയ ദുഃഖം, ഈ കളമശ്ശേരിയിൽ കണ്ടുപിടിച്ച മയക്കുമരുന്നിൻ്റെ ആ ഉറവിടം, ആ ചെയ്തവർക്ക് ശ്രദ്ധക്കുറവുണ്ടായി. ഈ ശ്രദ്ധക്കുറവുണ്ടായി എന്നതിനർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. അത് ശ്രദ്ധിച്ച് ചെയ്യണമായിരുന്നോ എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇതിൽ മറ്റൊരു ഗുണം കിട്ടുന്ന നമ്മുടെ വ്യവസായ മന്ത്രിക്കാണ്. ഏതാണ്ട് അനുദിനം ഈ ലഹരി മരുന്നിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അവരുടെ ആൾക്കാരുടെ എണ്ണങ്ങളിങ്ങനെ കൂടി വരാണ്. ശരിക്കാണെങ്കിൽ ഒരു ദിവസം അതിൻ്റെ കുറഞ്ഞൊരു 100 സ്റ്റാർട്ടപ്പുകൾ വരികയാണ്. അപ്പോൾ ഈ 100 സ്റ്റാർട്ടാകുമ്പോൾ പിന്നെ കുറഞ്ഞൊരു 10,000 കമ്പനികൾ ഇവിടെ രജിസ്റ്റർ ആകുന്നുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് വലിയൊരു പൊൻതൂവൽ കിട്ടുന്ന പറയുക. അദ്ദേഹത്തിന് പറയാൻ അടുത്ത നിയമസഭയിൽ ഞാൻ ഇത്ര സ്റ്റാർട്ടപ്പ് കമ്പനികൾ എൻ്റെ ഭരണസമയത്ത് എനിക്ക് തുടങ്ങാൻ പറ്റി, അത്ഭുതപൂർവമായ വളർച്ച കൈവരിച്ചു കൊണ്ടിരിക്കുന്നു, അതിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. അതുമല്ല, അദ്ദേഹത്തിൻ്റെ സ്ഥലത്താണ് ഈ വേട്ടകളെല്ലാം നടന്നിരിക്കുന്നത്. ഇനി ചില പാർട്ടിക്കാരുടെ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നതെന്നാണ് ആപ്പോസിഷൻ പറയുന്നെങ്കിലും അത് ആ ധാരണ ശരിയല്ലെന്നാണ് ആ പ്രസ്ഥാനത്ത് കൂടി വളർന്നു വന്ന മറ്റൊരു മന്ത്രിയുടെ പ്രസ്താവന. ഒക്കെ ജഗപുക തന്നെയാണ്. ഇന്ന് കേൾക്കുന്നു, ഈ തൃശ്ശൂർ നടന്ന മോഡൽ ഇലക്ഷൻ സുരേഷ് ഗോപി MP ആയല്ലോ, അതുപോലെ മറ്റു കുറച്ചധികം MLA കൊടുക്കാമോ എന്നുള്ള ഒരു സന്തോഷത്തിൽ നിർമ്മലാ സീതാരാമനുമായിട്ടുള്ള മീറ്റിംഗ് മുഖ്യമന്ത്രി വിജയകരമായി നടത്തിയിരിക്കുന്നു. ഇപ്പോൾ EDയോ CBIയോ കേരളത്തിലേക്ക് അത്ര വേഗം കടന്നു വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ മയക്കുമരുന്നുകാർക്ക് ഇപ്പോൾ ഏറ്റവും സൗകര്യമുള്ളത്, വാടകയും വേണ്ട, ഒന്നും വേണ്ട, ഗവൺമെൻറ് ഹോസ്റ്റലുകളിൽ തന്നെ അതിൻ്റെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡിസ്ട്രിബ്യൂഷനിൽ ആരെങ്കിലും പോലീസിന് വിവരം അറിയിച്ചാൽ അവരെ കൈകാര്യം ചെയ്യുന്നതിന് ഹോസ്റ്റലിൽ തന്നെ ഇടിമുറികളും സൗകര്യമുണ്ട് ചെയ്തിട്ടുണ്ട്. അത് മുൻകാലങ്ങളിൽ ഉള്ളതാണ്. അത് കുറച്ചുകൂടെ സുരക്ഷിതമായി ഇപ്പോൾ ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇടിമുറികളല്ലാതെ ക്യാമ്പസ് വെച്ച് ഈ വിവരം അറിയിക്കുന്നവൻ്റെ ദേഹത്ത് പടം വരയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ള ടൂൾസ് അടക്കം ഇപ്പം ഈ സംഘടനാ തലത്തിലുള്ളവർ റെഡിയായിട്ട് നിൽപ്പുണ്ട്. എന്തായിരുന്നാലും കേരളം ജഗപുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 120 കിലോമീറ്റർ സ്പീഡിൽ പോകണക്കാണ് ഇപ്പോഴത്തെ ലഹരി വേട്ട നടക്കുന്നത്. ഇത് അവസാനം വളരെ വൈകാതെ തന്നെ ഇത് ന്യൂട്രലാകും. ആ സ്പീഡെല്ലാം കുറഞ്ഞ് 0 ഡിഗ്രിയിൽ വരും സ്പീഡ്. ഇതിപ്പോൾ കാണിക്കുന്ന ഒരു പരിപാടിയാണ്. ഇനി ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു പ്രദർശനം പോലെ കുറേ മീറ്റിംഗ് അതുമൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വിളിച്ച് അത് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനുള്ളൊരു ബ്രീത്തിങ് ഇങ്ങനെ ഈ കോൺഫറൻസ് ഒരു സൈഡ് നടക്കും, ഈ ലഹരി മറ്റൊരു സൈഡ് നടക്കും. ഇവിടെ എല്ലാ പോലീസുകാരും ഒന്ന് ആലോചിച്ച് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ ഇവനേക്കാൾ ഒരു മാസം ഇവിടെ തീർത്തുകളാന്നുള്ള കേസേ ഉള്ളൂ. ഈ ലഹരി മാഫിയ ഒന്നും ഇവിടെ കടത്തില്ല. പക്ഷേ
അവർക്ക് ഈ ലഹരി കച്ചവടം ചെയ്യുന്നവർക്ക് മോറലായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും കിട്ടുമ്പോൾ അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയാലും അവർ കുറച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങി വന്ന് പൂർവാധികം ശക്തിയോടെ അവർ വീണ്ടും തുടങ്ങാം. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സഹോദരന് സഹോദരിയെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റുന്നില്ല, മക്കൾക്ക് അമ്മ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ആ ലെവലിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു കഴിഞ്ഞു. ഇതെവിടെയൊക്കെ കിട്ടും, എന്ത് കിട്ടുമെന്ന് ഏതാണ്ട് എല്ലാവർക്കും ഉറപ്പാണ്. പലരും ജീവന ഭയന്ന് അവർ ആരോടും വിളിച്ചു പറയുന്നില്ല. പറഞ്ഞാൽ ഏതെങ്കിലും രീതിയിലറിഞ്ഞാൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെടും, അവനെ ശാരീരികമായി ഉപദ്രവിക്കും, പല രീതിയിൽ ഉപയോഗിക്കും. അതിന് ഈ നേതൃത്വം നൽകുന്നവർ തന്നെയാണ്. അത് അവർക്ക് അതിനുള്ള സപ്പോർട്ടും മുകളിൽ നിന്ന് കിട്ടാറുണ്ട്. എന്തു തന്നെയായിരുന്നാലും കേരളം നല്ല രീതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട്. ഇവിടെ ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമായി മാറുന്നു. ഏതെങ്കിലും ഒരു മേഖലകൾ നിങ്ങൾ ഒന്ന് കാണിച്ചു തരിക. ആക്രിക്കാരൻ മെഡിക്കൽ കോളേജിൽ വെച്ച ശരീര അവയവങ്ങൾ ആക്രിക്കാരൻ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ഇനി അവിടെ കിടക്കുന്ന രോഗികളെ ഇവർ അടിച്ചു മാറ്റുമോ? കാരണം വല്ല ഈ വൃക്കയൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടി അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ ആശാമാരുടെ സമരം അടിച്ചു പൊളിക്കാൻ വേണ്ടി ആ ഒരു തിരക്കിൽ ഈ ആരോഗ്യമന്ത്രി ഇപ്പോൾ അവിടെയാണ്. ഇത് ആരോഗ്യമന്ത്രിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പറയില്ല. എന്തായാലും അവയവങ്ങൾ അടിച്ചു മാറ്റി ഏതോ ആക്രിക്കാനെന്നെ അടുത്ത് അവിടെ കിടക്കുന്ന രോഗികളെ അടിച്ചു മാറ്റും, യാതൊരു ഡൗട്ടും ഇല്ല. കാരണം അത്രയ്ക്കും സ്ട്രോങ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഒരു സൈഡിൽ ലഹരി മാഫിയ ഓൾറെഡി അവർ യാതൊരു വിഷമം അവരുടെ സെയിലിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ഈ ചിലർ പറയാനുണ്ട്, ഈ പോലീസ് സ്റ്റേഷനിൽ അറിയാം അവിടെ എല്ലാം ക്രിമിനലാണെന്നല്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു കേസ് പിടിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ അവർക്കൊരു പേര് കൊടുത്താൽ ഇങ്ങനെ കേസ് പിടിക്കുന്ന ഒരു പത്രത്തിൽ വരുന്നത്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് 5-6 കേസ് പിടിക്കണം. അതിൽ ഉപരിയായിട്ട് നല്ല രീതിയിൽ തളച്ച് വളരുകയും ചെയ്യുന്നു. ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട, മെഡിക്കൽ കോളേജിൽ രോഗികൾ ഏറ്റവും ശ്രദ്ധിക്കണം. നിങ്ങളെ സ്ട്രക്ചറിൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും നിങ്ങൾ കൊണ്ടുപോകാൻ സൂക്ഷിക്കണം. ഇപ്പോൾ ബന്ധുക്കൾക്ക് എല്ലാം പറയണം, ഓരോ 2 മണിക്കും 3 മണിക്കൂറും നിങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തോളാൻ. കാരണം എല്ലാം അടിച്ചു മാറ്റുന്നൊരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം മന്ത്രിമാരൊന്നും ഇപ്പോൾ അവിടെ ഒരു ഇതിലുമില്ല. ഇപ്പോൾ മന്ത്രി രാജേഷ് പറഞ്ഞത് തന്നെ വലിയ ശ്രദ്ധക്കുറവുകൊണ്ടാണ് ഈ കളമശല്യ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോളണമെന്ന് അങ്ങനെ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മന്ത്രിക്കാണെങ്കിൽ സമയമില്ല. ഈ ആശാമാരെ അടിച്ചൊതുക്കാൻ വേണ്ടി ആ ആരോഗ്യമന്ത്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാണ്. അപ്പോൾ ഇവിടുത്തെ അവയവങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നു. ഇനിയിപ്പം മാറ്റാൻ വേണ്ടി ഇവർ ഒന്ന് മാറി നിൽക്കണമെന്ന് ആശാ വർക്കർമാരുടെ പേരും പറഞ്ഞാണെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവിടെ ആർക്കും എന്തും ചെയ്യാമെന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞു. യാതൊരു ഇതില്ല. ഇപ്പോൾ ഒരുത്തനെ കണ്ട് 5 പേരെ കൊന്നൊരുത്തൻ അർഫാൻ, അവൻ്റെ അമ്മ ഇപ്പോഴും പറയുന്നത്, അയ്യോ ഞാൻ ഉണർന്നപ്പോൾ വീണ്ടും വീണു. ഇങ്ങനെയുള്ള ഇതൊക്കെ കേൾക്കാൻ തന്നെ നാണക്കേടാക്കിയാണ്. ഒന്നാമത് പത്രം എടുത്താൽ നമുക്കതിൽ വായിക്കാൻ പറ്റുന്നൊന്നുമില്ല. ആരോഗ്യമന്ത്രി ടൂറിസം മന്ത്രി ഇപ്പോൾ ആണെന്നല്ല, അവിടെ ഈ കോവളം ബീച്ച് സൈഡിലാണ്ട് ഈ വേസ്റ്റെല്ലാം അങ്ങോട്ട് ചീഞ്ഞ് നാറ്റുമെന്നാണ് കേൾക്കുന്നത്. മന്ത്രിക്ക് ആ ഭാഗത്തോട്ട് പോകാൻ പറ്റില്ല. അദ്ദേഹം വന്ന് അങ്ങനെ പഴയ പ്രസ്ഥാനത്തിലുള്ളവരുടെ ലഹരി മരുന്നിൽ കുടിക്കനുസരിച്ച് വിഷമിച്ച് കിടക്കുകയാണ്. ഒക്കെ തിരക്കാണ് എല്ലാവരും. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് സമീപ ഭാവിയിൽ പ്രതീക്ഷിക്കാം കേരളത്തിൽ ഡബിൾ എഞ്ചിനുള്ള സർക്കാർ വരുമെന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയൊക്കെ ഒരു ഡൽഹി വിസിറ്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞുന്ന വാർത്തകളാണ്. കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കുക, നിങ്ങൾ ആരാണ് മുഖ്യമന്ത്രിയാണെന്ന് മത്സരിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ അവസാനം നിങ്ങളുടെ ജട്ടി വരെ അടിച്ചു മാറ്റാൻ വേണ്ടി അവിടെ വേറെ പാർട്ടി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ചോളൂ, ആര് മന്ത്രിയാണ്, എന്ത് മന്ത്രിയാകണമെന്നൊക്കെ. നിങ്ങളുടെ ഒരു വലിയ എന്താ പറയുക, ഒരു പേരുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പോൾ അതിൽ മന്ത്രിമാരുടെ എണ്ണം കൂടിയതാണ് ഇപ്പോൾ പ്രശ്നം. അങ്ങനെ കൂടണമെന്ന് ഇപ്പോഴുള്ള ഭരണപക്ഷം ആഗ്രഹിക്കുന്നു. അത് ആഗ്രഹത്തിനനുസരിച്ച് ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാരും
അത് ഏതാണ്ട് സപ്പോർട്ട് തന്നെയാണ്. ആര് ഞാനാണോ നീയാണോ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ അണ്ടർവെയർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന വിവരം നിങ്ങൾ അറിയുന്നില്ല. ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ സംഗതി കൈവിട്ട് പോകും. കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ പറയാനുള്ളിലേക്ക് എല്ലാം കോമഡികളാണ്. ഒക്കെ കോമഡി കഥാപാത്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതൽ ഒന്നിൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കുമെന്ന് അറിയില്ല. കാര്യം ഒരു സൈഡിൽ ഡബിൾ എൻജിൻ, ഒരു സൈഡിൽ ജാഗ്രത കുറവുണ്ടായി, മറുവശത്ത് അവയവങ്ങൾ അടിച്ചു മാറ്റുന്നു. ഇനി ഒരു വശത്ത് ഈ ആശാന്മാരെ ഓടിച്ചിട്ട് അവരെ ഒതുക്കുമെന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രി ജഗബൊക. ഇനി ഈ ജഗബൊക ന്യൂസുമായിട്ട് നാളെ വീണ്ടും കാണും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. കാണാം വീണ്ടും. താങ്ക് യു.